കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജന്മവിരോധികളെ അടുത്ത കൂട്ടുകാരാക്കി മാറ്റാനും അടുത്തവരെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കാനും വേണ്ടിയിട്ടാ ഈ പിക്നിക് ഏർപ്പാടാക്കിയത്. മനുഷ്യരെല്ലാരും ചേർന്ന് ഒരു സ്ഥലത്ത് ഒത്തുകൂടി മനസ്സ് തുറന്ന് പരസ്പരം സംസാരിച്ച് കുട്ടികളെപ്പോലെ ഒരുമിച്ച് നിന്ന് കളിക്കുകയാണെങ്കിൽ ബന്ധങ്ങൾ ദൃഢമാകുന്ന ഏട്ടന്റെ വിശ്വാസം. അത് ശരിക്കും സത്യം ആന്റി. നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇന്നലത്തെ ദിവസം വരെയും വസുവേട്ടത്തെ കണ്ടാൽ ഉടനെ തന്നെ കലികയറുന്ന അമ്മ ഇന്ന് കണ്ടോ മകളെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ചിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പരസ്പരം സംസാരിക്കുന്നത് രണ്ടുപേർക്കിടയിലുള്ള അകലം കുറയ്ക്കും. രണ്ടു വ്യക്തികളെ അത് ഒരുമിച്ച് ചേർക്കും. അത് സത്യമായിരിക്കും ആന്റി. പക്ഷേ അങ്ങനെയായ എന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയില്ലേ? മിക്കവാറും ഇന്നു മുതല് അമ്മയുടെ അടുത്ത് വസുവേട്ടത്തെയായിരിക്കും ഷൈൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡൗൺ ആയി പോയില്ലേ? എന്ത് ചെയ്യും? അതുകൊണ്ടാ ഈ പിക്നിക്കിന് ഞാൻ ഇല്ലെന്ന് പറഞ്ഞേ. എപ്പോഴും ഇങ്ങനെ സെയിം ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ പിക്നിക് ഒന്ന് കൊളവാക്കിക്കൂടെ? അയ്യോ, അഭിയോ എന്റെ ഏട്ടനോ എങ്ങാനും അറിഞ്ഞോ എന്റെ കഥ തീർന്നു. എന്റെ രണ്ടാമത് കല്യാണം നടത്തിയില്ലെങ്കിലും അവരെന്നെ കൊന്നു കൊല വിളിക്കോടി. എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കാൻഡി. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. ഇവിടെ ഇനി ഒരു മാർഗവും വില പോവില്ല. നീ ഇനി എന്നെ കുഴിയിലാക്കുന്ന ഐഡിയ ഒന്നും പറയല്ലേ. ഈ കളി കഴിഞ്ഞതോടുകൂടെ വാസു നിന്റെ അമ്മായിയുടെ മനസ്സ് കീഴടക്കി. അതേ കളി കൊണ്ട് അവളെ ഡീഗ്രേഡ് ചെയ്ത് നീ ഹൈലൈറ്റ് ആവാനുള്ള മാർഗം നോക്ക്. അത് മാത്രമേ ഉള്ളൂ വഴി. എന്താ മോനെ അബി, വസുവിന്റെ ബോൾ തന്നെ ഔട്ടായല്ലോ. അബിയേട്ടാ, ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഏട്ടത്തി ഇറങ്ങട്ടെ. ഏട്ടത്തി ബാറ്റിംഗ് ഇറങ്ങ. Come on, ഭാവനേട്ടത്തി. All the best. എന്റെ അമ്മേ, വലിയൊരു ബാറ്റിംഗ് കാര്യം വന്നിരിക്കുന്നു. മിതാലി രാജ്. ഏട്ടത്തി കമോൺ ഏട്ടത്തി, ഗുഡ് ലക്ക്. നല്ലപോലെ സ്കോർ ചെയ്യണം കേട്ടോ. അച്ഛൻ എറിഞ്ഞുകൊടുത്തതുപോലെ എനിക്ക് സ്പീഡിൽ എറിയല്ലേ അമ്മ? പതുക്കെ എറിയണേ. ഇവിടെ അമ്മയും മോനൊന്നും ഇല്ല. അമ്മ ബൗളറും ഉണ്ണി ബാറ്റ്സ്മാനും, അത്ര തന്നെ. എടുത്തി ഈ ബോൾ വിക്കറ്റ് ആക്കിയേക്ക്. കമോൺ ഉണ്ണി, കമോൺ കമോൺ. റൺ ഫാസ്റ്റ് ഉണ്ണി. ഇങ്ങോട്ട് നോക്കേട്ടാ. കുറെ നേരിട്ട് ബോളെന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. എത്ര വിക്കറ്റ് എടുക്കുന്നു ഞാൻ നോക്കട്ടെ. നോയിക്കോടാ, നോയിക്കോ. എന്റെ ബോളിംഗ് നീ കണ്ടു പഠിച്ചോ. ഓ പിന്നെ കാണാം. അപ്പടി. കമോൺ ഏട്ടത്തി, കമോൺ. Come on, ഏട്ടത്തി, come on. You can do it. ഒരുപാട് തേക്കണ്ട, അതങ്ങ് തേഞ്ഞ് തീരും. ആദ്യം എന്റെ ബോൾ അടിക്കാൻ പറ്റും നോക്ക്. ഞാൻ റെഡിയാ. നിങ്ങളാ ലേറ്റ്. ഏട്ടത്തി, ഏട്ടന്റെ ബോൾ നിങ്ങൾ 4 അടിക്കണം. ഇതിനാണല്ലേ ബോളെന്ന് പറഞ്ഞോണ്ടിരുന്നേ. കമോൺ ഭാവന. Come on, ഏട്ടത്തി, come on. എടാ ഭാസ്കർ പോനെ, പതുക്കെ ബോൾ അറിയണേ. നിന്റെ ഭാര്യയാടാ. സൂപ്പർ ആയിട്ടുണ്ട്. എടുത്തെറിയും. ഗുഡ് ഷോട്ട്, ഗുഡ് ഷോട്ട്, ഗുഡ് ഷോട്ട് ഏട്ടത്തി. ഏട്ടാ, ബോളാണോ എറിയുന്നത് മറ്റു വല്ലതാണോ? ഒന്ന് മര്യാദയ്ക്ക് ബോൾ ചെയ്യ. Oh shit. Wow! Super! Super! 4 runs. Wow!
വല്യമ്മ നല്ലപോലെ കളിക്കുന്നുണ്ടല്ലോ. താങ്ക് യു. നിനക്കൊന്ന് ഔട്ടായി കൂടെ? പ്രതീക്ഷിക്കേ വേണ്ട. എന്റെ മാനോന്ന് കാക്കടി. ഒരിക്കലുമില്ല. വേണമെങ്കിൽ രാത്രി നിന്റെ കാലം തടയി തരാം. ആവശ്യമില്ല. വല്യച്ഛ എന്താ ഈ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്യുന്നേ? പോയി ബോൾ എറിയ. ശരി ഉണ്ണി, നിന്നെ പിന്നെ കണ്ടോളാം. കമോണേട്ടാ, മിഡിൽ സ്റ്റംപ് പറപ്പിക്കണേ. ഗുഡ് ഗുഡ്, വെൽ പ്ലേ വെൽ പ്ലേ. ഇളമേ നിങ്ങൾ ഇറങ്ങ. ഞാനോ? Come on, ആന്റി. റെഡി. Come on, ആന്റി. നമുക്ക് തന്നെ ചെയ്യിക്കണം. ആ ഇളമേ, എന്താ ചെയ്യുന്നത്? ഇവിടെ കെട്ടാനാ? അത് അവിടെയല്ല, കയ്യിലിടണ്ടേ? ആ കയ്യില. യെസ്, ഓക്കെ. Come on. You can do it. Come on. യെസ്, ഗുഡ് ലക്ക് ഇളമേ. Come on, Samantha. Come on. യെസ്. നമ്മൾ തന്നെ ജയിക്കും. നമ്മൾ തന്നെ ജയിക്കും. യെസ്, യെസ്. എടാ, ബോൾ പതുക്കെ എറിയണേടാ. ഇതിനെപ്പറ്റി വല്ലതും അറിഞ്ഞിട്ടാണോ? ബോൾ എന്റെ അടുത്ത് താടാ, എന്നാ ഞാൻ എറിയാം. Auntie, come on, auntie. Woo! ഹാവ്, എടുത്തി ബോൾ ചെയ്താ എനിക്കൊന്നും സംഭവിക്കില്ല. എടുത്തി എറിഞ്ഞോ എറിഞ്ഞോ എറിഞ്ഞോ. റെഡി. Come on, Samantha. Come on, come on. എടുത്തി 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 ഇതുപോലെ എറിയണേ. അയ്യോ അയ്യോ അയ്യോ, അയ്യോ. ഇളയമേ, പതുക്കെ ഇരിക്ക്. അയ്യോ എന്താ ഇളയമേ ഇത്? ഇത് പിടിക്ക്. അയ്യോ സുമംഗലി, എന്താ ഇത്? എടി എടുത്തി, നീ എന്റെ മൂക്ക് ചമ്മന്തിയാക്കൂടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇളയമ്മയുടെ മുഖം ചമ്മന്തി ആവോന്ന്. അങ്ങോട്ട് പോയിട്ട് അവളെ പറഞ്ഞുവിടും. ഏതവളെ? എന്റെ കാർത്തികേ. അമ്മേ. അയ്യോ, ഇളയമേ, കളിച്ച് മതിയാലോ അല്ലേ? പാവം പോന്നുണ്ടില്ലേ? ഓക്കെ ഓക്കെ, കമോൺ കമോൺ കമോൺ. ഇളമേ വാ, പതുക്കെ. അമ്മേ. അയ്യോ, പതുക്കെ അയ്യോ. ഇരിക്കും. ആ ബാറ്റിംഗ് എടുക്ക്. ബോൾ എവിടെങ്കിലും കൊണ്ടുകളയമേ. അടിയൊന്നും കിട്ടിയില്ല മോളെ. ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. കാർത്തിക, നീ ഇറങ്ങിക്കോ.
അയ്യോ. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. അയ്യോ നിനക്ക് ഞാൻ ട്രെയിനിങ് തന്നല്ലേ, അടിച്ചു കളിക്കണ്ടേ? അനു ഗോ ആൻഡ് പ്ലേ. അനു നോക്കി കളിക്കണം കേട്ടോ. കമോൺ കീർത്തി. സൂപ്പറായിട്ട് കളിച്ചു നീ. ഇനി ലഞ്ചിന് ശേഷം കളിക്കാം. ഇപ്പൊ ബ്രേക്ക്. നീ ആരോട് ചോദിച്ചിട്ടാടാ വസുവിന് ആദ്യം ബോൾ കൊടുത്തേ? എടുത്ത് ഇത്ര നന്നായിട്ട് ബൗൾ ചെയ്യുന്ന എനിക്കറിയോ? അതൊക്കെ അറിയണോടാ. അതൊക്കെ ഗസ് ചെയ്യണം, ബ്രെയിൻ യൂസ് ചെയ്യണം, എതിരാളിയെ കുറിച്ച് മുൻധാരണ ഉണ്ടാവണം. എന്ത് കാഴ്ചപ്പാട് വേണോന്ന്? ഫ്യൂച്ചർ വിഷനാടാ, ഇംഗ്ലീഷാടാ. ഇതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല. എന്താടാ എനിക്കിതൊന്നും പറയാൻ പാടില്ലേ? എന്താ എനിക്കെന്താ ബോളിംഗ് അറിയില്ലേ? ഞാൻ ഔട്ടാക്കില്ലേ? എങ്ങനെ അങ്ങനെയൊന്നും എന്നെ കളിയാക്കണ്ട. ഞാനങ്ങനെ വലിയ ബോളറൊന്നും അല്ലെങ്കിലും എന്റെ ബോളിംഗ് അത്ര മോശമൊന്നും അല്ല. വേറൊന്നുണ്ടടാ? ശരി, ഞാൻ ബൗളറെ അല്ലെന്ന് വെച്ചോ. ഇതൊക്കെ വാ, നീ പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷെ ആബിയെയും വസുവിനെയും രണ്ട് ടീമിലാക്കി കളിപ്പിച്ചത് തെറ്റായിപ്പോയി. രണ്ടുപേരും ഒരു ടീമിലുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ പ്രോബ്ലം എന്താ ഏട്ടാ? പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, വസുവിന്റെ കയ്യിൽ നിന്ന് ഔട്ടായെന്ന് പറഞ്ഞിട്ട് ആബി ഒരു സൈഡിൽ മാറിയിരിക്കാടാ. 364 ദിവസവും അവ മൂടിയായിട്ടാ ഇരിക്കുന്നേ. ഇന്ന് ഒരു ദിവസമെങ്കിലും ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചപ്പോ അതുതാ ഇങ്ങനെ ആയിപ്പോയി. അബിയേട്ടന് അതൊന്നും ഫീൽ ആവില്ല ഏട്ടാ. ഗെയിമിൽ ഇതൊക്കെ സാധാരണമല്ലേ. അബിയേട്ടൻ ഇതൊക്കെ ലൈറ്റ് ആയിട്ട് എടുത്തോളും. അങ്ങനെ അല്ലെങ്കിലോ? അബിയെയും വസുവിനെ ഒന്നു ചേർക്കാനാ നമ്മൾ വന്നേ. ഈ ഒരു കാരണം കൊണ്ട് അവരുടെ അകൽച്ച കൂടിയാലോ? ഉറപ്പായിട്ട് അവർ ഒന്നാവും. അതെങ്ങനെയാവൂടാ? സ്നേഹം അവരെ ചേർത്ത് വെക്കും. നീ എന്താടായി പറയുന്നേ? സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്റെ അനുഭവത്തിൽ പറയാ. അപ്പൊ ഞാനോ? എന്റേത് ലവ് മാരേജ് അല്ലെന്നാണോ പറയുന്നേ? എനിക്ക് ലവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ലെന്നാണോ? ഞങ്ങളും കല്യാണത്തിന് ശേഷം പ്രേമിച്ചിട്ടൊക്കെ ഉണ്ടടാ. അതെ അതെ, കല്യാണത്തിന് ശേഷം ഏട്ടൻ ഏട്ടത്തെ പ്രേമിച്ചു കാണും. എന്നാ ഏട്ടത്തെ ഏട്ടനെ പ്രേമിച്ചു കാണില്ല. നീ എന്താടാ ഇങ്ങനെ പറയുന്നേ? അപ്പോ നിന്റെ ചേച്ചി എന്നെ സ്നേഹിക്കുന്നില്ലെന്നാണോ നീ പറയുന്നേ? ഇപ്പൊ ടോപ്പിക് ഇതാണോ? നീ വിഷയമൊന്നും മാറ്റണ്ട. എന്റെ ഏട്ടനല്ലേ പറഞ്ഞ അബിയേട്ടന് ദേഷ്യം ഉണ്ടെന്ന്. കൂളാക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറയുന്നേ. ഒരേ ഒരു ഐഡിയ ഉണ്ടോ? എന്താ ഐഡിയ? നിന്റെ ചേച്ചി ഈ ഭാവന. ഞാൻ വിചാരിച്ചു ഏട്ടന്റെ ഐഡിയ ഏട്ടത്തെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടത്തെയാ ഏട്ടന്റെ ആയുധം, ഏട്ടന്റെ ആശ്രയവും ഐഡിയയും ഏടത്തിയാ. ശരി വിട്, നിനക്ക് ആവശ്യമുള്ള ഐഡിയ കാർത്തിക പറഞ്ഞിരുന്നുണ്ടല്ലോ. അതങ്ങനെയൊക്കെയാ. വേഗം വന്നേ, ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് കളി ആരംഭിക്കണം. വന്നേ. ശരി. ഏട്ട എന്തായി പറയുന്നേ? വസുവിന്റെ ബോളിംഗിൽ ഔട്ടായതുകൊണ്ട് ആബി മൂഡ് ഔട്ടായിട്ടിരിക്കുക. അങ്ങോട്ട് നോക്ക്. അതെ അല്ലേ, ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിപ്പുണ്ടല്ലോ. ഈ പിക്നിക്കില് വസുവിനെ അബിയെ കൂടുതൽ ഒന്നിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്തതാ. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി ഭാവനെ. സത്യാണല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? വസുവിനെ എങ്ങനെയെങ്കിലും അബിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാ. അബി ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുമ്പോ വസു അങ്ങനെ പോയി സംസാരിക്കുന്നത്? എല്ലാ ചോദ്യം എന്റെ അടുത്ത് ചോദിച്ചാ എങ്ങനെയാ? ലഞ്ച് കഴിക്കാനായിട്ട് അവളോട് അവനെ വിളിക്കാൻ പറ. വിളിച്ച വരൂ അവൻ? വസു വിളിച്ച അവൻ വരാതിരിക്കില്ലല്ലോ. അവൻ വസുവിനോടല്ല ദേഷ്യമായിട്ട് ഇരിക്കുന്നേ. അതുകൊണ്ട് തന്നെ വസു പോയി വിളിച്ച അവൻ പെട്ടെന്ന് കൂളായിക്കോളും. അപ്പൊ കണക്കെല്ലാം ശരിയാവും. എന്റെ അക്കൗണ്ടന്റ് ആദ്യമായിട്ട് കറക്റ്റ് കണക്ക് കൂട്ടിയിരിക്കുക. എന്നെ പ്രശംസിക്കുന്ന നിർത്തിയിട്ട് നീ പറഞ്ഞ കാര്യം ചെയ്യ. അപ്പോ
ഏട്ടൻ എന്നെ ഔട്ടാക്കിയ കാര്യം മറന്നോ? ആ, ഞാനാണ് ഔട്ടാക്കിയത്. നീ സ്വയം ഔട്ടായതല്ലേ? ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ പറയാലോ. ആ. അയ്യോ, ഈ പെണ്ണുങ്ങൾ സാധാരണക്കാരല്ല. ഇവർക്ക് എപ്പോഴും കുറച്ച് ബുദ്ധി കൂടുതലാ. വസു ചേച്ചി, എല്ലാവർക്കും ലഞ്ച് എടുത്ത് വെക്കുവാണോ? അതല്ലേ ചെയ്യുന്നേ ചേച്ചി. അപ്പോ നിന്റെ ഭർത്താവ് കഴിക്കണോ കഴിക്കണ്ടേ? എന്ത് ചോദ്യം ഇത്? ഏട്ടനും ഇപ്പൊ കഴിക്കുമല്ലോ. അത് ശരി, നിന്റെ അബിക്ക് നീ ഫുഡ് കൊടുക്കുന്നില്ലേ? ഏട്ടൻ ഇവിടെ എവിടെയുണ്ട്. അപ്പൊ നിന്റെ മനസ്സിലില്ലേ? എന്താ ചേച്ചി എപ്പോഴും ഇങ്ങനെ കളിയാക്കുന്നേ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നീ അബിക്ക് ആഹാരം കൊണ്ട് കൊടുക്ക്. ഏട്ടൻ ഇങ്ങോട്ട് വരുമല്ലോ. എന്താ, അവനിങ്ങ് വന്നാലും നീ ആഹാരം കൊടുക്കോളോ? എന്റെ ഏട്ടന് ഞാൻ കൊണ്ടുപോയി ഫുഡ് കൊടുക്കും. അഖിലിന് കാർത്തിക കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോ നീ നിന്റെ ഭർത്താവിന് കൊടുക്കണ്ടേ? എന്നെ കരയിപ്പിക്കണോന്ന് പ്രതിജ്ഞ എടുത്തിട്ട് വന്നിരിക്കുകയാണോ? അല്ല വസു, നിന്നെ താലി കെട്ടിയ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു, അത്ര തന്നെ. ഞാൻ കൊടുത്തോളാം. എനിക്ക് അദ്ദേഹത്തെ പേടിയൊന്നുമില്ല. ചേച്ചി. എന്താ വസു? അത് അദ്ദേഹം ദേഷ്യത്തിലാണോ അല്ലയോന്ന്. എന്തിനാ? അത് നേരത്തെ കളിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ അദ്ദേഹത്തെ ഔട്ടാക്കിയില്ലേ, അതില് ദേഷ്യത്തിലാണോന്ന് അറിയില്ല. അടുത്ത് ചെല്ലുമ്പോ എന്തെങ്കിലും പറഞ്ഞാലോ? ഈ പേടി ഔട്ടാക്കുന്നതിന് മുമ്പ് വേണമായിരുന്നു. ഗെയിം ആകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചേച്ചി. മാച്ചിൽ സിൻസിയറായിട്ട് കളിച്ച് വിക്കറ്റ് എടുത്തില്ലായിരുന്നോ നീ? അതുപോലെ തന്നെ നിന്റെ ലൈഫിലും സിൻസിയറായിട്ട് സ്നേഹിച്ച് അബിയെ നീ വീഴ്ത്തണം. ഒന്ന് പോ ചേച്ചി. എന്തിനാ നാണിക്കുന്നേ? ഭാര്യയ്ക്കും ഭർത്താവിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ലവ് വാർ ഉണ്ടാവണം. ഇപ്പൊ നീ അവന് ഫുഡ് കൊണ്ടുപോയി കൊടുത്ത് സംസാരിക്കുമ്പോ അബി കൂൾ ആയിക്കോളും. അടുത്ത മാച്ചിന് മുമ്പ് അവന്റെ പിണക്കൊക്കെ മാറിക്കോളും. ചെല്ല. പിക്നിക്കിന്റെ അന്ന് തന്നെ അബി മൂഡ് ഓഫ് ആയിട്ടിരുന്ന അത് ശരിയാവില്ല. താങ്ക്സ് ഭാവനെ. എന്റെ മാനം കാറ്റ് പറക്കുമെന്ന് വിചാരിച്ചതാ. പക്ഷെ എന്റെ ബോൾ കൊണ്ട് ഔട്ടായിട്ട് നീ എന്റെ മാനം കാത്തു. ആദ്യം ടീമിന് വേണ്ടിട്ടാ കളിച്ചെ. അത് കഴിഞ്ഞ് എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി തോറ്റു തന്നു. നമ്മൾ രണ്ടുപേരും മാച്ച് ഫിക്സ് ചെയ്തു ചില രഹസ്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാരും സ്നേഹം കൊണ്ട് പരസ്പരം സഹായിച്ചാ കളിക്കുന്നെ. അത് ഏട്ടന് മനസ്സിലാവാത്തോണ്ടാ. അപ്പോ അടുത്ത നിന്റെ കൈ കൊണ്ട് ഞാൻ ഔട്ടാവണോ? അതൊന്നും വേണ്ട. ആദ്യം ഏട്ടൻ കഴിക്ക്. ശരി ശരി. എന്റെ ബൗളിംഗിൽ നീ ഔട്ടായില്ലെങ്കിലുണ്ടല്ലോ, ആ ബോൾ എടുത്ത് നിന്റെ മുഖത്തെറിയും ഞാൻ. എങ്ങനെ? നീ എന്നെ ഔട്ടാക്കുമെന്നോ? എന്താ? വസു എടുത്തിട്ട ബൗളിംഗിൽ അബിയേട്ടൻ ഔട്ടായത് നീ കണ്ടില്ലേ? ഏട്ടത്തിക്ക് ടാലന്റ് ഉണ്ട്, അതുകൊണ്ടാ ഔട്ടാക്കിയത്. അത് ടാലന്റ് ഒന്നും അല്ല, ലവ്വാ. എന്താടി? ഏട്ടത്തിക്ക് ലവ്വാ? അപ്പൊ കാര്യങ്ങൾ ഈസിയായി. അവരെ ലവേഴ്സ് ആക്കാൻ വേണ്ടിയാ ഈ പിക്നിക് എന്നെ നടത്തിയത്. ഇതെല്ലാം വന്ന് നിന്നോട് പറഞ്ഞ എന്നെ വേണം ആദ്യം തല്ലാൻ.